എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ LSTD തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അപ്ലൈ ചെയ്യാൻ സമയമായിരിക്കുന്നു. അബദ്ധങ്ങളൊന്നും പറ്റാതെ വളരെ ശ്രദ്ധാപൂർവം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്തവണ LSTD തേർഡ് ഗ്രേഡ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ചില പ്രത്യേകതകളൊക്കെ കണ്ടു. അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുകാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ LSTD തേർഡ് ഗ്രേഡ് എക്സാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ ഓവർസിയർ നോട്ടിഫിക്കേഷനിൽ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം എന്നുള്ളതാണ്. തേർഡ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടുമ്പോൾ അന്യ ജില്ലകളിൽ ജോലിക്ക് പോകുന്നത് വലിയ പ്രയാസമാണ് പലർക്കും. അപ്പോൾ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതാണ് ഒറ്റനോട്ടത്തിലെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്കിതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് അതിവേഗത്തിൽ കടക്കാം. നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പേ സ്കെയില് കാണുന്നുണ്ട്. 26,500 മുതൽ 60,700 വരെ എന്നുള്ള റേഞ്ചിലാണ് അത് നിൽക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ. കൃത്യമായി ജനുവരി 2, 1989 ജാനുവരി 1, 2007 ഇടയിൽ ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. ജനറൽ വിഭാഗത്തിൽ മറ്റു വിഭാഗങ്ങളിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഇളവുകൾ സെപ്പറേറ്റ് ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ക്വാളിഫിക്കേഷൻ സിവിലുമായി ബന്ധപ്പെട്ട എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അല്ലെ. KGC മുതൽ ITI, VHSC, കൂടാതെ ഡിപ്ലോമ, BTech, MTech ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്ലിക്കേഷന്റെ ഡെഡ് ലൈൻ ലാസ്റ്റ് ഡേറ്റ് 14/1/2026 മിഡ്നൈറ്റ് ആണ്. അതിലേക്കൊന്നും ആരും പോകരുത്. അതിനു മുമ്പ് തന്നെ എല്ലാവരും അയച്ചിട്ടുണ്ടാവണം. അത് ഉറപ്പുവരുത്തുകയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. ചിലര് ഒന്നിലധികം ജില്ലകളിലേക്കൊക്കെ അപേക്ഷിച്ച് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെയെങ്കിലും കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചെയ്യരുത്. ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആകും എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോ 567/2025 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ കാത്തിരുന്ന ആ എക്സാം നോട്ടിഫിക്കേഷൻ എത്തുകയായി. PSCയുടെ പുതിയ രീതികൾ അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന തൊട്ടുപുറകെ എക്സാം വരുന്നതാണ് അതിന്റെ ഒരു രീതി. ഏതായാലും ഈ ഡിസംബർ മാസം അവസാനം 2026 പരീക്ഷാ കലണ്ടർ പബ്ലിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏത് ക്വാർട്ടറിലാണ്, ആദ്യത്തെ 3 മാസത്തിലാണോ, രണ്ടാമത്തെ 3 മാസത്തിലാണോ, തേർഡിലാണോ, ഫോർത്തിലാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. കുറച്ച് വൈകി വന്നാൽ മതി എന്നാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും തുടക്കക്കാര്. കാരണം പഠിച്ചു കഴിയണ്ടേ എന്നുള്ളതാണ് കാരണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റു ഡീറ്റെയിലുകളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഇതിന്റെ സാലറി സ്കെയിൽ എല്ലാവരും നോക്കും, പ്രത്യേകിച്ചും തുടക്കക്കാരൊക്കെ നോക്കും. ഇതിലേക്ക് അധികം ഒന്നും ശ്രദ്ധിക്കേണ്ടത് കാര്യമില്ല. അതൊക്കെ പതിയെ പതിയെ കൂടിക്കോളും അല്ലെ. സാലറി റിവിഷൻ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നെ DA കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ജോലി വേറെ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്തായാലും 26,500 ബേസിക് സ്റ്റാർട്ടിങ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പ്ലസ് DA ഉണ്ടാവും, HRA ഉണ്ടാവും. അപ്പൊ അതൊന്നും അത്ര മോശമൊന്നുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പിന്നെ കാലം കഴിയുന്തോറും അതിങ്ങനെ കൂടി വരും അല്ലെ. അപ്പൊ അത് എന്തായാലും നല്ലൊരു സാധ്യത തന്നെയാണ്. അടുത്തത് ഡിസ്ട്രിക്ട് വൈസ് ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ ജില്ലയ്ക്ക് വേണ്ടിയും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അവിടെ വളരെ സംശയങ്ങളുണ്ട് പലർക്കും. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് ആവും. ഓരോ ജില്ലയിലും എത്ര ഒഴിവുകളാണ് വരുന്നത്, അതിനനുസരിച്ച് എത്ര പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്, ആ ജില്ലയിൽ എഴുതിയിട്ടുള്ള ആളുകളുടെ മാർക്ക് നിലവാരം എങ്ങനെയാണ്, ഇതൊക്കെ അവിടുത്തെ കട്ട് ഓഫ് മാർക്കിനെ നിർണ്ണയിക്കും. ചില ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് കുറവായിട്ട് വരാം, ചില ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് കൂടുതലായിട്ട് വരാം. അതൊക്കെ സംഭവിക്കാം. ചിലരെന്ത് ചെയ്യുന്നറിയാമോ, ചില പ്രത്യേക ജില്ലകളിൽ പോയിട്ട് അപേക്ഷിക്കും. അവിടെ പൊതുവെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെയാണെങ്കിൽ ഈസി ആയിട്ട് കയറാം എന്നുള്ള ധാരണയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ പണ്ടൊക്കെ പലരും ചെയ്യാറുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തയുണ്ടാവും. സ്വന്തം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോയാലോ, നമ്മുടെ ജില്ലയിൽ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാ ജില്ലകളിലുള്ളവരും നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരും അത്ര മോശമൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതല്ലേ ഉചിതം എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയാതെ മറ്റ് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ പ്രതീക്ഷിക്കേണ്ട എന്ന് പ്രത്യേകമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോലി കിട്ടിയിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് സ്വന്തം ജില്ലയിലേക്ക് വരാം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയെ കുറിച്ച് പലർക്കും സംശയമാണ്, പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ. പലരും വിചാരിച്ചിരിക്കുന്ന 3 വർഷം എന്നാ. അങ്ങനെയൊന്നുമില്ല. 1 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ആ 1 വർഷം കഴിയുമ്പോഴേക്കും പുതിയ ലിസ്റ്റ് ഒന്നും വന്നില്ല എങ്കിൽ അത് വരുന്നത് വരെ വേണമെങ്കിൽ നീട്ടാം. അങ്ങനെ പരമാവധി 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് പലരും 3 വർഷം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇപ്പൊ PSC വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പോ 3 വർഷം ആവാൻ കാത്തു നിൽക്കുന്നില്ല. അതിനു മുമ്പേ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന രീതിയാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ 1 വർഷമേ കിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റിന്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അബദ്ധങ്ങളൊന്നും പറ്റരുത്. 3 വർഷം കൊണ്ടൊന്നും അങ്ങനെയൊന്നും ധരിക്കരുത്. ചിലപ്പോൾ കിട്ടിയേക്കാം എന്നേ ഉള്ളൂ. ഇനി ആ കാലയളവിനുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് യാതൊരു അഡ്വൈസും നടന്നില്ല. അപ്പൊ സർക്കാരിന്റെ ശുപാർശ ഒരു 6 മാസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് വേണമെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് 6 മാസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും ശുപാർശ കിട്ടി വേണമെങ്കിൽ ഒരു 6 മാസത്തേക്ക് കൂടെ, വീണ്ടും ശുപാർശ ഒരു 6 മാസത്തേക്ക് കൂടെ, അങ്ങനെ ഒരു 1.5 വർഷം കൂടെ വേണമെങ്കിൽ നീട്ടാം. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും പ്രതീക്ഷിച്ച് ആരും ഇരിക്കേണ്ട. അപ്പൊ ഏറ്റവും മിനിമം മനസ്സിൽ വിചാരിച്ചാൽ മതി, 1 വർഷമായിരിക്കും കാലാവധി. അപ്പൊ അതുകൊണ്ട് 1 വർഷത്തിനുള്ളിൽ വരുന്ന നിയമനങ്ങൾ ഒഴിവുകൾക്കേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല റാങ്കുകളിൽ എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം കേട്ടോ. അതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മുടെ ഏജ് ലിമിറ്റ് ജനറൽ വിഭാഗത്തിലെ 18 മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പൊ ഡേറ്റിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2/1/89നും 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പിന്നെ അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ അപ്ലൈസ് ഫോർ SC ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ പതിവ് പോലെ അവർക്കുള്ള അർഹതയുള്ള ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 2 ജനുവരി 89 മുതൽ 1 ജനുവരി 2007 അതിനിടയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണ്. SSLC അല്ലെങ്കിൽ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. ബേസിക് ആയിട്ട് പറയുന്നത് ഒന്ന് KGCA ആണ്. 2 ഇയർ കോഴ്സ് ഉണ്ടല്ലോ സിവിൽ എഞ്ചിനീയറിംഗിന്റെ, അത് പാസ്സായിട്ടുണ്ടാവണം. കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്ന KGCE കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ യോഗ്യത വെച്ച് നേരിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഒത്തിരി പേരുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവര്. പിന്നെ ITI എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ സാധാരണ ITI അല്ല ഇത്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് 18 മന്ത് കോഴ്സ്, 1.5 വർഷത്തെ ഒരു കോഴ്സും 6 മാസത്തെ അതിന് ശേഷമുള്ള ഒരു ട്രെയിനിങ് പണ്ട് എപ്പോഴോ നടത്തിയിരുന്ന ഒരു കോഴ്സാണ്. അന്ന് വന്നിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ITI അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. എനിക്ക് തോന്നുന്നു വളരെ അത്യപൂർവ്വം ആരെങ്കിലും ഉണ്ടെങ്കിലാവും. സാധാരണ ഇതിൽ അവരൊക്കെ ഏജ് ഓവർ ആയിട്ടുണ്ടാവും. ആ കോഴ്സ് അന്ന് ചെയ്തിട്ടുള്ളവരൊക്കെ ഏജ് ഓവർ ആയിട്ടുണ്ട്. ഇപ്പൊ ആരും തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ. നമ്മുടെ ഇപ്പോഴത്തെ പോളിടെക്നിക് ഡിപ്ലോമ അല്ല ഇത്. എ 2 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ വുമൻസ് പോളിടെക്നിക്. പണ്ട് ഏതൊരു കാലഘട്ടത്തിൽ ഒരു വുമൻസ് പോളിടെക്നിക് 2 വർഷത്തെ ഒരു ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇതിലെ രണ്ടാമത്തേതും മൂന്നാമത്തേതുമായിട്ടുള്ള കോഴ്സുകൾ കലഹരണപ്പെട്ട കോഴ്സുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. KGCE ഇപ്പോഴും നിലവിലുള്ള കോഴ്സാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്കും KGCE ആയിരിക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ തന്നെ മറ്റുള്ളവർക്ക് സംശയമായി, അപ്പൊ ഞങ്ങൾക്കൊന്നും അയക്കാൻ പറ്റില്ല. ആർക്കാണ്? ഡിപ്ലോമക്കാർക്ക്, BTechക്കാർക്ക്, ITIക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാകുമോ എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. ഹയർ അല്ലെങ്കിൽ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ തന്നെ നോക്കുക. അതിനകത്ത് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ഇതിനു മുമ്പ് PSC ഏതൊക്കെയാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നോക്കുക. ആ ചാർട്ടിലുള്ളതാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് പ്രത്യേകിച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കേണ്ടതില്ല എന്നും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. VHSC സിവിൽ കഴിഞ്ഞിട്ടുള്ളവർക്കും ITI കഴിഞ്ഞിട്ടുള്ളവർക്കും NCVT ആണെങ്കിലും SCVT ആണെങ്കിലും പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കും BTech ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. എനിക്കതിൽ സേഫ് ആയിട്ട് തോന്നിയത് KGCയുടെ അധിക യോഗ്യത എന്ന് പറഞ്ഞ് അയക്കുന്നതാണ്. അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അത് അയക്കുന്നതാണ്
നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റത് മോശമൊന്നുമല്ല, മറ്റത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മറ്റേ റയർ കോഴ്സാണ്, ഇപ്പോൾ നിലവിലില്ലാത്ത കോഴ്സുകളുമാണ്. അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യുക. ഞാനാണെങ്കിൽ KGCയുടെ അധിക യോഗ്യത എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടിന്റെയും അധിക യോഗ്യതയായിട്ട് അവിടെ ആ ലിസ്റ്റിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഭയക്കാനൊന്നുമില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോ ITIക്കാരെ അയക്കുമ്പോഴും ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ITIയുടെ അതാണ് യോഗ്യത എന്ന് പറഞ്ഞിട്ടല്ല അയക്കേണ്ടത്. നമ്മളെ ക്വാളിഫിക്കേഷൻ അതായിരിക്കില്ല, 2 വർഷത്തെ ITI ആയിരിക്കും നമ്മുടെ, അല്ലാതെ 1.5 വർഷത്തെയും 60. അപ്പൊ അതിന് ഹയർ എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. എല്ലാവർക്കും KGCയുടെ ഹയർ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നാണ് അത് കാണുമ്പോൾ, ആ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ യുക്തി പോലെ ശരിയായിട്ടുള്ള തീരുമാനത്തിൽ നിങ്ങൾ അയക്കുക. PSCയുടെ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ലതുപോലെ റീഡ് ചെയ്യണം. അതിനനുസരിച്ച് വേണം എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം വിട്ടുപോയി, AMI ഉള്ളവർക്കും അധിക യോഗ്യത വെച്ചുകൊണ്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി പേര് AMI ഉള്ള ആളുകളുണ്ട് കേട്ടോ. അവർക്ക് SCVT എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. SCVT സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളതാണ്. ITI അംഗീകാരമില്ലാതെ, NCVTയുടെ അംഗീകാരമില്ലാതെ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് SCVT. കേരള ഗവൺമെന്റ് അത് NCVTക്ക് തത്തുല്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇതിനകത്ത് സ്വീകാര്യമാണ്. അപ്പൊ ആർക്കും ടെൻഷൻ വേണ്ട, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഡിസ്ട്രിക്ട് വൈസ് ആണ്, എല്ലാ ജില്ലകളിലേക്കും ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ, ഒന്നിലധികം ജില്ലകളിലേക്ക് ഒരു കാരണവശാലും അപേക്ഷിക്കരുത്. നമ്മുടെ അപേക്ഷ ഡിസ്ക്വാളിഫിക്കേഷൻ ആവും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ. അവിടെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജില്ലയിലേക്ക് നമ്മൾ ജില്ലാ നിയമനമായതുകൊണ്ട് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയാതെ യാതൊരു ട്രാൻസ്ഫറിനും നമ്മളെ പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം. ചിലർ മറ്റു ജില്ലകളിലെ അകലെയുള്ള ജില്ലകളിലേക്കൊക്കെ അയക്കും. അപ്പൊ അവിടെ തന്നെ ജോലി ചെയ്യേണ്ടി ഒരു 5 കൊല്ലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്ര അബദ്ധങ്ങളൊന്നും പറ്റരുത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് കറന്റ്ലി ഹോൾഡിംഗ് ദി സെയിം പോസ്റ്റ്, ഇപ്പോൾ 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അയക്കാൻ പറ്റില്ല. താഴ്ന്ന പോസ്റ്റുകളിലേക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ തടസ്സമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റുമായിട്ട് ഒത്തു നോക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ എങ്ങനെ അപേക്ഷിക്കേണ്ടതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൺലൈനായിട്ട് കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ്, വൺ ടൈം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അതുവഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുക, ഫീസ് ഒന്നുമില്ല. ഞാൻ ഇത് പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ID പ്രൂഫ് നിർബന്ധമാണ്. ആധാർ ഉണ്ടെങ്കിൽ ആധാർ തന്നെ ID പ്രൂഫ് ആക്കുന്നത് നല്ലതാണ്. ഫോട്ടോഗ്രാഫ് 10 വർഷത്തിനുള്ളിൽ എടുത്തിട്ടുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ യുവർ ആപ്ലിക്കേഷൻ വൺസ് സബ്മിറ്റഡ് കാനോട്ട് ബി എഡിറ്റഡ്, പിന്നീട് തിരുത്തലൊന്നും നടക്കില്ല. അതുകൊണ്ട് അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യുക. ചിലരൊക്കെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആളുകളെ ഏൽപ്പിക്കും, എന്റെ അപേക്ഷ ഒന്ന് അയച്ചേക്ക് കിട്ടാം എന്ന് പറയും. അവരെന്തെങ്കിലും അബദ്ധം വരുത്തും, പിന്നീട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു നല്ല രീതിയിൽ ഒരു അപേക്ഷ അയക്കാൻ പോലും പറ്റാത്ത ആളുകൾ സർക്കാർ ജോലിക്ക് യോഗ്യരല്ല എന്നാണ് അല്ലെ, ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. യാതൊരു അബദ്ധവും നമ്മൾ ഇത്തരത്തിൽ കാണിക്കരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ഉണ്ട്, OMR എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ ഒറിജിനല് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് വൺ ടൈം സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ പിന്നീട് ചെയ്യേണ്ടി വരില്ല. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം പിന്നീട് ചെയ്താൽ മതിയാകും. അത്തരം കാര്യങ്ങളൊക്കെ ആ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ എക്സാമിന് കുറച്ച് മുമ്പ് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറയാറുണ്ട്. കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കൺഫർമേഷൻ കൊടുത്തവരെല്ലാം എക്സാം എഴുതണം എന്ന് തന്നെയാണ് PSC നിർബന്ധിക്കാറ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ അതും വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. നോ കൺഫർമേഷൻ ആപ്ലിക്കേഷൻ റിജക്റ്റഡ്, പിന്നീട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല എന്നുള്ള വസ്തുതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ ഡെഡ് ലൈൻ ഞാൻ പറഞ്ഞു. ഈ ദിവസം ഒന്നും ആരും ഓർത്തു വെക്കേണ്ട, അതിലേക്കൊന്നും എത്തണ്ട. ഇന്ന് തന്നെ നാളെ തന്നെ അയക്കുക, സേഫ് ആയിട്ട് അയക്കുക. എന്നിട്ട് പ്രൊഫൈലിൽ നോക്കുക, അയച്ചതായിട്ട് തന്നെയല്ലേ അതിനകത്ത് കാണുന്നത് എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാതെ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ആരും കാത്തിരിക്കേണ്ട. ആ സമയത്ത് വലിയ തിരക്കുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് അയക്കാൻ പറ്റിയില്ല എന്ന് വരും, സെർവറൊക്കെ ബിസി ആയിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ PSCയുടെ സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം കേട്ടോ. വെറുതെ കള്ളത്തരം ഒന്നും അതിനകത്ത് അവകാശപ്പെടരുത്. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് ഇതാണ്, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണം. PSC ഓഫീസുമായി ബന്ധപ്പെട്ട് അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അത് വരുന്ന സമയത്ത് തപ്പി പിടിച്ചെടുക്കുകയല്ല, മുന്നേ തന്നെ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണം എന്നുള്ളതൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളധികം വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നും കൂടെ പറയുകയാണ്, ഒരു ജില്ലയിലേക്ക് മാത്രമേ നമ്മൾ അപേക്ഷിക്കാൻ പാടുള്ളൂ.
അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതാൻ നമുക്ക് സാധിക്കില്ല. ക്വാളിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെയല്ലേ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ശരിയായ രീതിയിൽ തന്നെയല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്ന് 100 വട്ടം ചെക്ക് ചെയ്യണം. ID പ്രൂഫ് കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേർഡ് ഗ്രേഡ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോ എക്സാം അതിവേഗത്തിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എക്സാം ഒക്കെ വളരെ പെട്ടെന്നാണ് വരിക. ഒരു 6 മാസം കിട്ടിയാൽ ഭാഗ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് അടുത്ത നമ്മുടെ ലക്ഷ്യം എങ്ങനെ ഇത് പഠിക്കും എന്നുള്ളതാണ്. അപ്പോ LSCD തേർഡ് ഗ്രേഡിന് വേണ്ടി വിൻസെന്റർ സിവിലീസി എന്ന പുതിയ ആപ്ലിക്കേഷനിലൂടെ എല്ലാവർക്കും, അതായത് ആദ്യമായി പഠിക്കുന്നവർക്കും റിവിഷൻ ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ 1 മണിക്കൂർ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വരെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം, ആ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. നല്ല ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും ആ കോഴ്സിലൂടെ. പ്രത്യേകം ഓർക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല, ലിസ്റ്റൊക്കെ ചെറുതാക്കുകയാണ്, റാങ്ക് ലിസ്റ്റൊക്കെ ചെറുതാക്കുകയാണ്. കട്ട് ഓഫ് മാർക്ക് സ്വാഭാവികമായി ഉയരും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്നും പഠിച്ചാലൊന്നും നമ്മൾ ലിസ്റ്റിൽ എത്തില്ല, വേണ്ടപ്പെട്ട റാങ്കുകൾ എത്തില്ല. നല്ല സൂക്ഷ്മമായി പഠിക്കണം, അതിസൂക്ഷ്മമായി പഠിക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ, സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ, നിമിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഒരു പോയിന്റും വിട്ടുപോകാതെ നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പുതിയ കോഴ്സിനകത്ത് നമ്മൾ അത് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുൻപ് ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തന്നെ കാണുക. ഞാൻ ഇതിന്റെ ഇത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്റെ സ്റ്റുഡന്റ് അക്കൗണ്ട് ആണ്, സിവിലീസിയിലെ സ്റ്റുഡന്റ് അക്കൗണ്ട് ആണ്. അതിനകത്ത് ഓവർസിയർ ഗ്രേഡ് 3 റിവൈസ്ഡ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് നമുക്കുള്ളത്. ഒരു ബണ്ടിൽ കോഴ്സാണ്. ആ ബണ്ടിൽ കോഴ്സിനകത്ത് നമുക്ക് 11 കോഴ്സുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒറ്റ ബണ്ടിൽ കോഴ്സിനകത്ത് 11 കോഴ്സുകൾ. അത് അതിന്റെ സിലബസിനനുസരിച്ചുള്ള മൊഡ്യൂളുകളാണ്. സിലബസ് ചിലപ്പോൾ മാറി വന്നേക്കാട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മളും നമ്മുടെ ഇതിൽ മോഡിഫൈ ചെയ്യും. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഓർഡറിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ്, ടണൽസ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇത് കൂടാതെ നമ്മൾ പ്രാക്ടീസ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സാം എന്ന് പറഞ്ഞിട്ട് കോഴ്സും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നവർ ആദ്യം സിലബസിലെ ആദ്യ ഭാഗമായ ബിൽഡിംഗ് മെറ്റീരിയൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിനകത്തെ കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡ്, ഞാൻ അത് കുറച്ച് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ട് ഒരു എറർ വന്നിരിക്കുകയാണ്. വളരെ കുറേ നേരമായി ഞാനിത് എടുത്തു വെച്ചിട്ട് ഓക്കെ റെഡിയായി. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്റ്റോൺ റോക്ക് പാർട്ട് 1 വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 സ്റ്റോണിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റോണിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ഉണ്ടാവും, വീഡിയോ ലെസൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ലെസൺ ഉണ്ടാവും. വളരെ ലെജിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ലെസൺ ഉണ്ടാവും. ആദ്യമായിട്ടാണ് നമ്മൾ ഓഡിയോ ലെസൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. കാരണം ഓഡിയോ വളരെ രസമാണ്. എന്നോട് ഒരുപാട് ഉദ്യോഗാർത്ഥികളായി പറയുന്നു ഓഡിയോ ലെസൺ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ക്വിസ്, പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വിസുകളാണ്. 10 ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബോറടിക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോണിലെ ഓരോ ചാപ്റ്റർ ചെയ്ത് കഴിയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഉള്ള പ്രാക്ടീസ് എക്സാം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, പ്രാക്ടീസ് എക്സാം എന്ന് പറയുന്ന ഈ കോഴ്സിനകത്ത് പോയിട്ട് അതിനകത്ത് അഗെയിൻ പേപ്പറുകളുണ്ട്. സെറ്റ് 1 10 പേപ്പർ ഉണ്ടാവും. അതിലെ ഓരോ എക്സാമുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിങ്ങനെ ക്യുമുലേറ്റീവായി കയറി പോകുന്ന ഒരു പ്രത്യേക പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, തനിയെ പഠിക്കേണ്ടതൊക്കെ നിങ്ങൾ പഠിച്ചോളും. ഒപ്പം ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡ്, ഞാൻ വീണ്ടും ബിൽഡിംഗ് മെറ്റീരിയലിലേക്ക് പോവുകയാണ്. ഇവിടെ മുകളിൽ കണ്ടോ ഗ്രേഡ് സി. ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ വന്നതാണ്. ഗ്രേഡ് സി അല്ല, നമുക്ക് എപ്പോഴും എ ഗ്രേഡ് അല്ലെങ്കിൽ ബി ഗ്രേഡ്
ഉറപ്പുവരുത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഇവിടെ ഒരു വ്യൂ മാർക്ക് ഷീറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ എക്സാമുകളുടെയും. അതിലൊക്കെ എ ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചു പോവുകയല്ല, പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പഠിച്ചു പോവുക. ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് ആയിട്ട് നിലനിർത്തി പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല റാങ്കുകൾ നേടാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇത് സെൽഫായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് സിവിലീസി ആപ്ലിക്കേഷനിലൂടെയാണ് ലഭിക്കുക, വെബ്സൈറ്റിലൂടെ കാണാം. അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ടാബ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും എല്ലാറ്റിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാകും. ഒട്ടും ബോറടിക്കാതെ ചെറിയ 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 ലെസണുകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പ്രത്യേകമായ ഒരു സമയം കണ്ടെത്തിയില്ലെങ്കിലും വീണ് കിട്ടുന്ന 5 മിനിറ്റ് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും പഠിക്കാം. വീട്ടമ്മമാരായാലും ജോലിക്ക് പോകുന്നവരായാലും എങ്ങനെയുള്ള ആളുകൾക്കും പഠിക്കാം. റിവിഷൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം അതിനകത്ത് അതുപോലെയാണ് നമ്മൾ ടെക്സ്റ്റ് ലെസൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഓഡിയോ ലെസൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, പ്രാക്ടീസ് എക്സാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കൃത്യമായി സിലബസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഭംഗിയായി റിവിഷൻ ചെയ്യാൻ കഴിയും. ആദ്യമായി പഠിക്കുന്നവർക്കാണെങ്കിൽ വീഡിയോ ലെസണും കൂടെ കണ്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പൊ താല്പര്യമുള്ളവർ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ സന്തോഷപൂർവ്വം നമ്മൾ പറഞ്ഞു തരും. കോഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കോഴ്സ് ഫീ വെച്ചിരിക്കുന്നത് 1000 രൂപയാണ് പെർ മന്ത്, ഒരു മാസത്തേക്ക് 1000. എത്ര സാധാരണക്കാർ വരെ പഠിക്കട്ടെ, ഒന്നിച്ച് പൈസ എടുക്കാനില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഒരു മാസം 1000 രൂപ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരി പേര് ഇതിനകം തന്നെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഓഡിയോ ലെസൺ, ടെക്സ്റ്റ് ലെസൺ എല്ലാം ഒന്നും മോശമല്ല, പ്രാക്ടീസ് എക്സാംസ് ഉൾപ്പെടെ. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്കും ഞാൻ ഈ കോഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്ന 1 മണിക്കൂർ 17 മിനിറ്റുള്ള ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു നോക്കണം. അതിനകത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇത് വലിയൊരു അവസരമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് വലിയൊരു അവസരമാണ്, നമുക്ക് ജോലി നേടാനുള്ള വലിയൊരു അവസരമാണ്. പഠിക്കുന്ന സമയത്ത് അക്കാദമിക്കായിട്ട് വലിയ നിലവാരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് പരിശ്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ഒന്നുകൊണ്ട് ഡിലേ ആക്കരുത്, ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. എത്ര നേരത്തെ തുടങ്ങാൻ കഴിയുമോ അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പെർഫെക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങൾ ഇതിനകത്ത് നിന്ന് തന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും. ഒരു സംശയമോ ഒരു തപ്പൽ ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്ത എന്താ ചെയ്യേണ്ടത്, അതൊന്നും വരില്ല. നീറ്റായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കടുത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത്. ജില്ലാ നിയമനമാണ്. 14-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. ആദ്യം എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യുക. രണ്ടാമത് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പഠന പ്രക്രിയയിൽ ഏർപ്പെടുക. താൽക്കാലികമായ ജോലിക്ക് പോകുന്നവർ കഴിയുമെങ്കിൽ ലീവ് എടുക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, എന്നിട്ട് പഠിക്കുക. അല്ല, നമ്മൾ ജോലിക്ക് പോയാലേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും എന്നുണ്ടെങ്കിൽ ജോലിയൊന്നും കളയണ്ട. ജോലിക്ക് പോകുന്നതിന്റെ ഒപ്പം മനോഹരമായിട്ട് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠനം തുടരുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടാവുന്നതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഫോൺ എടുക്കില്ല, വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ നൽകാം. അപ്പോൾ യൂട്യൂബിനകത്ത് കമന്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിനേക്കാളൊക്കെ നല്ലത് എന്നെ നേരിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഒത്തിരി ജോലികളുണ്ട് ഈ എക്സാമുമായി ബന്ധപ്പെട്ട്, നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കൊണ്ട് യൂട്യൂബിലെ കമന്റുകളൊക്കെ നോക്കിയിരിക്കുക എന്ന് പറയുന്നതൊക്കെ സമയക്കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് നേരിട്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു വലിയൊരു അവസരം. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ, ഇനി മാറ്റിവെക്കേണ്ട. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. കേട്ടിട്ടുണ്ടാവും ആ മുദ്രാവാക്യം അല്ലെ? അത് മനസ്സിൽ എപ്പോഴും ഓർക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസിക്കുകയാണ്. 2026 LSTD 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് ജോലി കിട്ടാനായിട്ട് ഇത് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ബൈ.